എനിക്ക് എന്റെ ശരീരത്തിന് ഫ്രിഡ്ജിക്കൊന്നും വെക്കേണ്ടത് എന്റെ അകത്തേക്ക് ഇരുന്നോട്ടെ. അടുത്ത ആഴ്ചത്തെ എക്സാം എന്താന്ന് കണ്ടറിയണമെന്ന്. നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടി രംഷേട്ടൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ് പച്ചച്ചക്ക. എനിക്കിത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണം. ഇത് അച്ഛനിക്ക് ഗിഫ്റ്റ്, ഇത് പാറ ചേച്ചി പ്രേതും മിത്തുന് ഗിഫ്റ്റ് തന്നതാണ്. അങ്ങനെ അടുത്ത യാത്ര കഴിഞ്ഞ് ഇതാ എത്തിയിരിക്കുന്ന. ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് വീക്കെൻഡ് ആയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് എണീറ്റാൽ മതിയല്ലോ. അപ്പോൾ എണീറ്റ് ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. ഇന്നെന്താ പരിപാടി? ഇന്നത്തെ മെയിൻ പരിപാടി ഇന്ന് രംഷേട്ടൻ നാട്ടിൽ നിന്ന് എത്തുന്ന ദിവസമാണ്. 1 വീക്കിന് ശേഷം, 1 വീക്ക് എന്ന് പറയാൻ പറ്റില്ല, 2 വീക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് മുന്നേ നാട്ടിലായിരുന്നില്ല, ഒഫീഷ്യൽ ഇതിലായിരുന്നു. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാനും മിത്തുക്കുട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉച്ചയാകുമ്പോഴേക്കും എത്തേണ്ടതാണ്. ഒരാഴ്ചയായിട്ട് നാട്ടിൽ പോയി അടിച്ചു പൊളിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു വീട്ടിൽ. അപ്പോൾ ഇന്നിപ്പോൾ എത്തും. അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറ്. രംഷേട്ടന് കുറച്ച് നാട്ടിൽ പോയി ഇനിയിപ്പോൾ അധികം ലീവും കാര്യങ്ങളൊന്നും ഇല്ല, ഇവിടുന്ന് വിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ നാട്ടിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്തായാലും മെയിൽ പോവാം, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം അതുകൊണ്ട് പോയി ഇതാ ഇന്ന് വരും. മിത്തുകുട്ടിയാണെങ്കിൽ ഇതാ പപ്പ വരുമ്പോഴേക്കും പഠിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം പഠിക്കാമെന്ന്, ഉച്ചയ്ക്ക് ശേഷം കറങ്ങാൻ പോവാം. ഇന്നലെയും കറക്കായിരുന്നു, വിന്യാസം കറക്കം തന്നെയായിരുന്നു. റീൽസും ഇതൊക്കെ എടുക്കണം കാരണം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലീവ് ഉണ്ടായിരുന്നു അടുത്ത എക്സാമിന്. അപ്പം ഇന്ന് ഫുള്ളിരുന്ന് പഠിക്കണം, വൈകിട്ട് വരെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ ഇരുന്ന് നീറ്റ്സ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എന്താ പരിപാടി, നമുക്ക് പോയിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിയുമ്പോഴേക്കും രംഷേട്ടനെത്തും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ദോശ, അതുപോലെ തന്നെ ചുവന്ന ചട്നി, പിന്നെ ഉള്ളി ചമ്മന്തി. ഇതാണ് മിത്തുൻ്റെ ഫേവറേറ്റ് കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞാനൊന്ന് പോയിട്ട് കുളിക്കാൻ പോട്ടെ. കുളിയൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ ചിലപ്പോൾ എത്തും. അപ്പം ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത് ഫേസ് വാഷ്. നമുക്കൊന്ന് മുഖമൊക്കെ ആകെ ഡള്ളായിട്ടിരിക്കല്ലേ. അപ്പം ഞാനിവിടെ മാമഅർത്തിൻ്റെ ബീട്രൂട്ട് ജെന്റിൽ ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇതിൽ ബീട്രൂട്ടും ഹൈലൂറോണിക് ആസിഡും ഉണ്ട്. അപ്പോൾ ബീട്രൂട്ട് നമുക്കൊരു നാച്ചുറൽ ഗ്ലോ തരും. അതുപോലെ തന്നെ ഹൈലൂറോണിക് ആസിഡ് നമ്മുടെ ഹൈഡ്രേഷനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ക്ലെൻസ് ചെയ്യാനും സഹായിക്കും. പിന്നെ ഇതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റൂട്ടോ. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് മാമഅർത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ മോയ്സ്ചറൈസർ ആണ്. ഇതിൽ ബീട്രൂട്ടും അതുപോലെ തന്നെ ഹൈലൂറോണിക് ആസിഡും ഉണ്ട്. ബീട്രൂട്ട് ഒരു നാച്ചുറൽ ഗ്ലോ തരും. അതുപോലെ തന്നെ ഹൈലൂറോണിക് ആസിഡ് ഹൈഡ്രേഷൻ പ്രൊമോട്ട് ചെയ്യും. വാട്ടർ ലൈറ്റും ആണ്, അതുപോലെ തന്നെ ക്വിക്ക് അബ്സോർബിംഗും ആണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മാമഅർത്ത് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതുപോലെ തന്നെ ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും പേർപ്പിളിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. അതുപോലെ അവരുടെ mamaath.in എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ ആപ്പ് ലോഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 12024 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% വരെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഹലോ. അങ്ങനെ അടുത്ത യാത്ര കഴിഞ്ഞ് ഇതാ എത്തിയിരിക്കുന്ന ഫസ്റ്റ് യാത്ര നാട്ടിലേക്കായിരുന്നു. അതെ, കഴിഞ്ഞ ആഴ്ച ഇതുപോലെ പെട്ടി കൊണ്ടുവച്ച് ഇതേ ദിവസം ഇതേ സമയത്ത് സാറ്റർഡേ പെട്ടി കൊണ്ടുവച്ച് സൺഡേ രാവിലെ നാട്ടിലേക്ക് പോയി. ഇതേ വീഡിയോ ഇതേ സ്ഥലത്ത് നിന്ന് ഞാൻ എടുത്ത് അന്ന് തന്നെ ബൈ പറഞ്ഞു പോയ ആളാണ്. എങ്ങനെ ഉണ്ടായിരുന്നോ? അതേ ബാഗുകൾ. എങ്ങനെ ഉണ്ടായിരുന്നോ? നാട്ടിൽ എൻജോയ് ചെയ്തു. നാട്ടില് 1 വീക്ക് അങ്ങോട്ട് വീട്ടിൽ ഇരുന്ന് റിലാക്സ് ചെയ്തു. ഇപ്രാവശ്യം എങ്ങോട്ടും പോയില്ല, വീട്ടിലിരുന്ന് റിലാക്സ് ചെയ്തു. അല്ലാതെ എനിക്ക് എന്താ വെച്ചാൽ നാട്ടിൽ പോയ ഓട്ടം ഉണ്ടാവും. ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ഓട്ടം. ഇപ്രാവശ്യം റിലാക്സ്. സാധാരണ ഞാനും കൂടെ പോവും. അപ്പൊ രണ്ടുപേരും കൂടെ പോയാ പിന്നെ ഓട്ടം തന്നെയല്ലേ, എല്ലാ വീട്ടിലേക്കും പോകാം. വീട്ടിൽ തന്നെ അങ്ങോട്ട് ഇരുന്ന് ഒരു ദിവസം അവിടെ സ്വപ്നന്റെ അവിടെ പോയി അച്ഛനമ്മേനെയും കണ്ടു. ബാക്കി എല്ലാ ദിവസവും വീട്ടിൽ ഇരുന്നു റിലാക്സ് ചെയ്തു. ഇങ്ങനെ കുറെ വർഷങ്ങൾ അമ്മ പറഞ്ഞു, അത് നീ ഇവിടുന്ന് വിട്ടുപോയ, അതായത് ബോംബെക്ക് ജോലിക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം നീ വീട്ടിലിരിക്കേണ്ടത് തോന്നുന്നത്. പറയുമ്പോ എത്ര ഒരാഴ്ച ഇരുന്നിട്ടുള്ളൂ, പക്ഷെ എന്താ ഒരാഴ്ച ഇരുന്നു കംപ്ലീറ്റ് ഇരുന്നല്ലോ. സാറിന് അങ്ങനെ ഒരിക്കലും ഉണ്ടാവാറില്ല. അത് കാരണം ഇപ്രാവശ്യത്തെ നാട്ടുപോക്ക് എനിക്ക് റിലാക്സ് ആയി എന്ന് പറയാം. ഞങ്ങള് കുറച്ചൊക്കെ അടിച്ചു വിളിച്ച് അധികമൊന്നുമില്ല, ഒരു ദിവസം. ബാക്കിയൊക്കെ മിഥുന് എക്സാം ഉണ്ട്, കഴിഞ്ഞിട്ടില്ല. മിഥുന് എക്സാം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തത്. ഇനിയുണ്ട് 1 വീക്ക് എക്സാം അല്ല മിത്തു. അത് കഴിഞ്ഞ് ഞങ്ങള് മെയിൽ ഇതുപോലെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഐഡിയ നല്ലതാണ്. ഇതുപോലെ പോണം.
റിലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രാവശ്യം നാട്ടിൽ റിലാക്സ് പറഞ്ഞു പോകും. എവിടെ റിലാക്സ് ഉണ്ടാവാറ്? പക്ഷെ അത് നമ്മൾ ഒറ്റയ്ക്ക് പോകണം. അപ്പൊ ഞാൻ പറയുന്നത് നല്ലൊരു ഐഡിയ. രമേശേട്ടൻ ഒറ്റയ്ക്ക് പോകാം. കാറും മിത്തൊക്കെ ഉണ്ടാവുമ്പോ എന്താണെന്ന് വെച്ചാൽ കുട്ടീനെ എല്ലായിടത്തും കാണാനും കാണിക്കണം. പക്ഷെ ഇത് ലോങ് ടൈം ഒന്നും നടക്കില്ല. കാരണം ഇപ്പൊ അടുത്ത വർഷം ഞാൻ പോകുമ്പോ ഇങ്ങനെ ഇന്നും വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലായിടത്തും പോകേണ്ടി വരും. ഇത് ഇടയ്ക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആണ് ഇങ്ങനെ. ഞാനത് ഉപയോഗിച്ച്. അതുകൊണ്ടാണ് മിത്തുന്റെ എക്സാം കഴിഞ്ഞിട്ട് നാട്ടിൽ പോവാന്ന് വിചാരിച്ചപ്പോ അത് പറ്റില്ല. പ്രൊജക്റ്റും ട്രാവലിംഗ് ഒരുപാട് പരിപാടികൾ മെയില് പോവാം എന്ന് വിചാരിച്ചു. ഉറപ്പില്ല. കാരണം ഇവിടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ആയ കാരണം എന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. എന്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നേക്കാൾ നല്ലത് എന്റെ പ്ലാൻ ചെയ്ത് നമ്മൾ നെക്സ്റ്റ് വീക്ക് ആയിട്ട് എല്ലാവരും കൂടെ പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് അത് ഫെയിൽ ആയി പോയി. കാരണം എനിക്ക് വിസിറ്റേഴ്സ് ഉണ്ട് ഹെഡ് ഓഫീസിൽ. അപ്പൊ അത് കാരണം എനിക്കത് നടക്കില്ല. പിന്നെ മിത്തുന് എന്താ പറയാ ഏപ്രിലിൽ അടുത്ത അക്കാഡമിക്ക് തുറന്ന കാരണം ബ്രേക്ക് എടുക്കാൻ പാടില്ല. കുറെ കാര്യങ്ങളുണ്ട്. കോഫി മീറ്റും ഭയങ്കര സക്സസ്. അപ്പൊ അതുകൊണ്ട് സൊപ്പു ഇപ്പൊ തന്നെ മെയിൻ ഒക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വമ്പൻ ഫ്ലോപ്പ് ആവും. കാരണം നിനക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അച്ഛനും അമ്മേനെ ഇങ്ങോട്ട് വിളിച്ചു. കാരണം അപ്പൊ പിന്നെ എല്ലാവരും കൂടെ ഒരിക്കലും ഒന്ന് ഇരിക്കും വീട്ടില്. നാട്ടിൽ പോയി അത് നടക്കില്ല. അപ്പൊ അച്ഛനും അമ്മയും അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം മിത്തുവിന് ഇവിടെ നനങ്ങാല്ല. മിത്തു ഇവിടെ നിന്ന് കരയാണ് അമ്മയും മുത്തശ്ശനും വരണം പറഞ്ഞിട്ട്. അപ്പൊ അവരിങ്ങോട്ട് വരും. ഞങ്ങൾ അവിടുന്ന് ഞങ്ങളൊരു സച്ചിനമ്മയില് ഞങ്ങള് പുറത്തു പോയിട്ട് അവിടെ കായലോരത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം അയച്ചതില്ലേ? അടിപൊളിയായിട്ട് അച്ഛനമ്മയും കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അപ്പൊ ഇപ്പൊ സമയം എത്ര അറിയോ? 3 മണി. ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കുക. അടുത്ത പരിപാടിക്ക് പ്ലാനാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ ഇറങ്ങും. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നത്തെ ദിവസം. നാളെ നമ്മുടെ ഫ്ലാറ്റ് ഔദ്യോഗികമായി ഇന്നിപ്പോ ഡോക്യുമെന്റ്സ് കിട്ടും. നാളെ ഔദ്യോഗികമായി താക്കോൽ ചടങ്ങാണ്. അപ്പൊ നാളെ അതിന് പോണം. അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ എത്തിയത്. ഇന്ന് പോയിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്ത് എല്ലാം റെഡിയാക്കി നാളത്തെ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിലുള്ള കെട്ടിമറിച്ചിലാണ് കുറച്ചു കാലം. അതെ, അതുകൊണ്ടാണ് എന്റെ പോക്കൊക്കെ എന്താവും അറിയാത്തത്. രമേശേട്ടൻ നല്ല നൈസായിട്ട് എനിക്കിട്ട് പണി മോളുടെ എക്സാം അല്ലേ, ഞാനൊന്ന് പോയിട്ട് വരാന്ന്. ഞാൻ പറയും ഞാനെന്താ പറകില്ലേ വരുന്നു. അപ്പൊ കുട്ടീനെ എന്നെ ഞാനൊന്നും പറയണില്ല. ഇത് പാര ചേച്ചി പ്രേതും മിത്തുവിന് ഗിഫ്റ്റ് തന്നതാണ്. ഇത് അച്ഛനിക്ക് ഗിഫ്റ്റ്. അച്ഛന്റെ ക്യാൻറ്റീനിൽ പോയപ്പോ മേടിച്ചുകൊണ്ട ബാഗ്. ഇനി ഇതാ സൊപ്പൂനുള്ള ഗിഫ്റ്റുകള്. അമ്മയുടെ ഗിഫ്റ്റ്. എനിക്ക് എന്റെ ശരീരത്തിനനുസരിച്ചിട്ട് ചക്കയും മാങ്ങിക്കേട് സൊപ്പൂനുള്ള ഗിഫ്റ്റുകൾ അതൊക്കെയാണ്. ചക്ക വാങ്ങാം. കാരണം എല്ലാവർക്കും അറിയാം സൊപ്പൂന് ഗിഫ്റ്റ് കൊടുക്കാൻ ഡ്രസ്സ് ഇതിന്റെ ആവശ്യമില്ല. നല്ല ഭക്ഷണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സൊപ്പ് ഹാപ്പി ആയി. പിന്നെതാ ബേക്കറി ഉണ്ട്. ഓക്കെ, അപ്പൊ നല്ല ചക്കട മണം അല്ലേ? ഇതില് ഒന്ന് പഴുത്തത് ഉണ്ട്, പച്ച ഉണ്ട്, പല പല. ഇവിടെ ആക്ച്വലി ചക്കയും മാങ്ങയൊക്കെ കിട്ടും കേട്ടോ. ഞാൻ പിന്നെ നാട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും അടുത്ത ആഴ്ച വരുമ്പോ എല്ലാം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അതുകൊണ്ടാണ് ഒന്നും പിന്നെ വേണ്ട പറഞ്ഞത്. പിന്നെ ഈ ഡയറ്റിംഗ് അല്ലേ എന്നുള്ള പേരിൽ എന്നാലും എനിക്ക് ചക്കയും മാങ്ങയും കണ്ട മാങ്ങയൊന്നും ഇല്ല. പക്ഷെ നാട്ടിലതൊന്നും ഇല്ല അല്ലേ? അപ്പൊ ഞാൻ ഭക്ഷണം എടുത്തേക്കട്ടെ. ഞാൻ ചക്കയും മാങ്ങയൊക്കെ എടുത്തേക്കട്ടെ. കാരണം ചൂടിന്റെ അല്ലേ. ഫ്രിഡ്ജിക്കൊന്നും വെക്കേണ്ടത് എന്റെ അകത്തേക്ക് ഇരുന്നോട്ടെ. ഇവിടെ തന്നെ തുറന്ന് ഇവിടെ തന്നെ പോവല്ലോ ഉള്ളിക്ക്. മധുരമുള്ള പഴുത്ത ചക്ക. ഇതാണ് ഞാൻ പറഞ്ഞത് പച്ചച്ചക്ക. എനിക്കിത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണം. ഹായ്, പച്ചച്ചക്കട പുഴുക്ക്. എനിക്ക് മാങ്ങയൊക്കെ മെയിലേക്ക് ആവുള്ളൂ പറഞ്ഞു. മാങ്ങയൊന്നും എവിടെ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാ മാർച്ചിലല്ലേ ആവാനുള്ള സമയമായിട്ടില്ല. വീട്ടിലൊരാള് ചക്കിന്റെ ഒക്കെ വരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു അപ്പൊ ഇവിടെ ചക്കയൊക്കെ കിട്ടി തുടങ്ങി. ബട്ട് ഞാൻ വാങ്ങിയില്ല. എന്തിനാ നാട്ടിൽ നിന്ന് രമേശേട്ടൻ പോണ്ടല്ലോ വിചാരിച്ചിട്ട് മെല്ലെ ഇരുന്ന് തിന്നട്ട. ഇന്നത്തേല് ഏറ്റവും ഹാപ്പി ആയത് എന്താന്ന് വെച്ചാൽ ഞാൻ രമേശേട്ടനോട് നാട്ടിൽ നിന്ന് വരുമ്പോൾ 2-3 ബുക്സ് കൊടുത്ത് പറഞ്ഞിരുന്നു പറ്റുച്ച കൊണ്ടുവരാൻ. രമേശേട്ടൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ്. KR മീരയുടെ ഖബർ, ആരാച്ചാർ, ശ്രുതി ശ്രീകാന്തിൻ്റെ കാളി.
ഈ 3 ബുക്ക് ഞാൻ അല്ലേ 3 ഞാൻ കുറെ കൊണ്ടുവരും, പിന്നെ വെയിറ്റ് കൂടിയ പ്രശ്നമല്ലേ എന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് തലേ ദിവസമാണ് എനിക്ക് പെട്ടെന്ന് അയ്യടാ നാട്ടിലല്ലേ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ബുക്സ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ഇപ്പോൾ വായിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മറ്റേ ഇത് വായിച്ചു കഴിഞ്ഞു. റാം കെയർ ഓഫ് ആനന്ദി ആമസോണിലാകുമ്പോൾ കുറച്ച് അധികം ദിവസം എടുക്കുന്നുണ്ട് വരാൻ. അപ്പം എന്തായാലും നേരിട്ട് വരുമ്പോൾ കയ്യിൽ അപ്പം തന്നെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ 3 ബുക്സ് നെക്സ്റ്റ് ട്രിപ്പിനായി കാത്തിരിക്കുകയാണ് ഇന്ന് രാത്രി. കാരണം എൻ്റെ വായന മൊത്തം രാത്രിയാണ്, ഫുള്ള് ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കും. അല്ലെങ്കിൽ സമയമൊന്നും ഉണ്ടാവില്ല, രാവിലെ ഒന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ രംഷേട്ടൻ്റെ അടുത്ത ട്രിപ്പിനായി വെയിറ്റിംഗ്. അടുത്ത ട്രിപ്പിൽ ഞാൻ ഇതൊക്കെ വായിച്ചെടുക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു, അടിപൊളി. ഇനി നാട്ടിൽ പോയിട്ട് ഇനി ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഇതും കൂടെ ഉണ്ട്, ഒരു കളക്ഷൻസിനുള്ള ബുക്സ്, വായിക്കാനുള്ള ബുക്സ്. വായിച്ചു നന്നാവും. അതെ, വായിച്ചു നന്നായി, വായിച്ചു വളരും. അതെ, എനിക്കിതാണ് ഭയങ്കര, ഞാൻ ഇതിനായിരുന്നു എക്സൈറ്റഡ് ആയിട്ട് ഇരുന്നിരുന്നു കേട്ടോ, ഇത് കിട്ടാൻ വേണ്ടിട്ട്. കാളി ഞാൻ പറഞ്ഞാ വേണ്ട, പിന്നെ നോക്കാം ഡി.സി. ബുക്സിൽ ഇവിടെ ഓൺലൈനിൽ കിട്ടൂലോ നോക്കാന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ വായിച്ചിട്ട് ഇന്നലത്തെ റിവ്യൂ പറഞ്ഞു. ഇന്ന് രംഷേട്ടൻ വരികയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടെ വായിക്കണം. അതിൻ്റെ 2 ദിവസം രംഷേട്ടൻ ഇന്ന് വരേണ്ട 2 ദിവസം മുന്നെയാണ് മറ്റേ റാം കെയർ ഓഫ് ആനന്ദി വന്നത്. അപ്പം ഞാൻ മിനിഞ്ഞാന്നും ഇന്നലെ ഞാൻ പറഞ്ഞില്ല കംപ്ലീറ്റ് ബിസി ആയിരുന്നു. ഇന്നലെ രാത്രി ഒരു 1 മണി വരെ ഇരുന്നിട്ട് അതങ്ങോട്ട് വായിച്ച് തീർത്തു. നല്ല ബുക്കായിരുന്നു കേട്ടോ. ഇനി ഇത് വായിക്കണം. അപ്പോൾ നമ്മൾ ഈവനിങ് ആയപ്പോൾ അതാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. രംഷേട്ടനെ ഒരു 2 ആഴ്ചക്ക് ശേഷം ഒന്ന് കിട്ടിയതല്ലേ, ഒന്ന് പമ്പരം കറക്കണ പോലെ കറക്കണല്ലേ, അതുപോലെ ഒന്ന് കറക്കണ്ടേ എന്നത്. ഉച്ചയ്ക്ക് വന്നു, ഒന്ന് റെസ്റ്റ് ചെയ്തു, നേരെ ഇറങ്ങി. കുറച്ച് സംഭവങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒന്ന് കറങ്ങി വരാം. മിത്തൂര് ഇപ്പോൾ 2 ദിവസമായിട്ട് റിലാക്സേഷനാണ്. അടുത്ത ആഴ്ചത്തെ എക്സാം എന്താ ഒന്ന് കണ്ടറിയണമെന്ന്. പക്ഷെ മിത്തു ഫുള്ള് പപ്പ വരുമ്പോഴേക്കൊക്കെ ഇരുന്ന് പഠിച്ച് റെഡിയായി ഇങ്ങനെ കുട്ടപ്പനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് അല്ലേ പുറത്തിറങ്ങാന്ന് വിചാരിച്ചു. എന്താണ് കുറേ ദിവസമായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നാട്ടിൽ പോണതിന്റെ മുന്നേ ഉണ്ടായില്ലല്ലോ. അപ്പൊ ഒരാഴ്ചയല്ല പോയത്, അപ്പൊ കുറേ ദിവസങ്ങൾക്ക് ശേഷം വന്ന പോലത്തെ ഒരു ഫീല്. മുംബൈ ഫീൽ കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് ഞങ്ങള് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് റൗണ്ട് അടിക്കട്ടെ. അതെ. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിൻ്റെ ഫൈനൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി. നാളെയാണ് കേട്ടോ കീ വാങ്ങുന്ന ദിവസം. അങ്ങനെ നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടി. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു. കൂട്ടത്തിൽ മിഥുന് ഫ്ലാറ്റ് കിട്ടിയേക്കാൾ സന്തോഷമായിരുന്നു. ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി നാളെ കീ വാങ്ങലും കാര്യങ്ങളും ഒക്കെ നാളേക്ക് ആക്കി ഇനി നമ്മൾ ശരിക്കും കറങ്ങാൻ പോകും. അപ്പോൾ ഓൾമോസ്റ്റ് രാത്രിയായി, 7 മണിയായിട്ട്. ഇത്ര നേരം നമ്മൾ ഇവിടെ ആയിരുന്നു. ഇനി നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി മെല്ലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. എന്തായി, ഒരുവിധം കാലിയായി തുടങ്ങിയോ? ഞങ്ങളപ്പോൾ പുറത്തുപോയി വന്നേളൂ. വന്നപ്പോൾ ഒരു വിശപ്പ്. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തു. ചക്കച്ചോള വറുത്തത്, മിത്തുക്കുട്ടിയുടെ ഫേവറേറ്റ്, ഞങ്ങളുടെ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള മുട്ട ബിസ്ക്കറ്റ്, ഇത് കടലാസ് കേക്ക്. ഇത് നാട്ടിൽ മാത്രം കിട്ടുന്ന ഫേവറേറ്റ്, രമേശേട്ടൻ്റെ ഫേവറേറ്റ്. അത് എനിക്ക് വലിയ ഇഷ്ടമില്ല, മിത്തുവിനും ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കറുത്ത ഹൽവ, അരി ഹൽവ. ഇതവിടെ അമ്മ സ്വപ്നാസ് ഫുഡ് വേൾഡിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാ വീട്ടിലുണ്ടാക്കി, അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അരി ഹൽവ വീട്ടിൽ. ഞാൻ അവിടെ വന്നിട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കറുത്ത ഹൽവ ആണ് ഇഷ്ടം, അതും അരിയുടെ ഹൽവ. ഈ മൈദയുടെ ഹൽവ എനിക്ക് ഇഷ്ടമല്ല. ഇത് ഞങ്ങൾ പറയാം പൂരപ്പറമ്പിലെ ഹൽവ എന്നാ. പൂരപ്പറമ്പിൽ എപ്പോഴും ഇങ്ങനത്തെ ഹൽവയെ കിട്ടാം, അരി കൊണ്ട് ഉണ്ടാക്കിയ കറുത്ത ഹൽവ. അടിപൊളി ടേസ്റ്റാണ്. ചക്കച്ചോള വറുത്ത ഏകദേശം കഴിഞ്ഞു, കുറച്ചുണ്ടായിരുന്നല്ലോ. അത് ചക്കച്ചോള വറുത്തത് എന്താണ്, അത് വലിയ ചക്കയായി പോയി. പക്ഷെ കുഴപ്പമില്ല, എനിക്കത് ഇനഫാ. കഴിഞ്ഞു സംഭവം. കിട്ടിയില്ലേ? ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടിന് 3 കിലോ കുറച്ചത് ഒരൊറ്റ ഈവനിങ് കൊണ്ട് 2 കിലോ കൂടിയിട്ടുണ്ടാവും. ഇന്ന് മാത്രം എല്ലാം കഴിച്ചു തീർത്ത് നാളെ മുതൽ ഡയറ്റിംഗ് ആണ്. ചക്ക എന്തായി? കുറച്ച് പഴുത്ത ചക്ക ഞാൻ കുറച്ച് ഉച്ചക്ക് ഇരുന്ന് കഴിച്ചു. പച്ചച്ചക്ക ഞാൻ നാളെ ചക്കരിശ്ശേരി ചക്കപ്പുഴുക്കിന് വേണ്ടി ചോറും മാങ്ങ കൂട്ടാനും. മാങ്ങ ഒന്നും കിട്ടിയില്ല, പക്ഷെ മാങ്ങ ഇവിടെ ഉണ്ട് കേട്ടോ സ്റ്റോറിൽ.
ചോറും മാങ്ങാക്കൂട്ടാനും ചക്കുപ്പേരി മാത്രം 365 ദിവസം അത് തന്നാൽ ഞാനത് കഴിക്കും. എനിക്ക് അതിൻ്റെ കൂടെ വേറെ ഒരു സ്പെഷ്യൽ ആവശ്യമില്ല. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ഇവർക്ക് ഈ ചക്കയും മാങ്ങയൊന്നും ഇഷ്ടമല്ല. മിഥുനൊക്കെ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ കൊടുത്താൽ മാത്രം കഴിക്കും. രംഷേട്ടൻ എന്നെ കാണുന്നതേ ദേഷ്യമാണ്. പക്ഷെ എനിക്ക് ആ ഒരു കണക്കിന് നല്ലതാണ്. പങ്കിടാൻ വരില്ലല്ലോ. ഈ ഒരു കാര്യത്തിൽ ഇവിടെ അടിയുണ്ടാവില്ല. ഈ ഒരു കാര്യത്തിൽ ഇവിടെ ഉണ്ടാവില്ല. മൊത്തം ചക്കപ്പുഴുക്കും ഞാൻ തന്നെ കഴിച്ചു തീർത്തോളും. ആർക്കും വേണ്ട. അതേപോലെ തന്നെ മാങ്ങാക്കൂട്ടാനാണെങ്കിലും മാങ്ങാക്കൂട്ടൻ പിന്നെ ഇഷ്ടമാണ്, മാമ്പഴ പുളിശ്ശേരി പിന്നെ ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഇങ്ങനത്തെ ഫുഡ്, നാടൻ ഫുഡുകൾ, എനിക്ക് ഒരു മീനും ഒരു ചിക്കൻ ബിരിയാണിയും അതിന് വെല്ലില്ല എന്ന് എനിക്ക് തോന്നും. 365 ദിവസം എനിക്ക് ചക്കക്കൂട്ടാനും മാങ്ങാക്കൂട്ടാനും ചക്കുപ്പേരിയും കിട്ടിക്കഴിഞ്ഞാൽ, ചക്കലിശ്ശേരിയും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് അത്ര ഇഷ്ടമാണ് ചക്കയും മാങ്ങയും. ഇന്നൊന്നും വേണ്ടെന്ന് വല്ലതും വേണമെന്ന് വയറ് ഫുള്ളായി. ഇന്ന് സത്യം പറഞ്ഞ ഡിന്നർ പോലും വേണ്ട അതാണ് അവസ്ഥ. മുട്ട ബിസ്ക്കറ്റും അതെ, നാട്ടില് മാത്രമാണ് അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. നല്ല ടേസ്റ്റാ യെല്ലോ ബിസ്ക്കറ്റ്. ഇനി വേറെ ഓഫീസിലുള്ള ചിപ്സും ഉണ്ട്. പിന്നെ വേറെന്താ വേറെന്താ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു ഓഫീസിലേക്ക് കൊടുത്തോളാം. ഇതിപ്പോ മിത്തുവിന് വേണമെന്ന് പറഞ്ഞു. മിത്തുവിന്റെ പേര് പറഞ്ഞ് ഞാനാണ് കഴിക്കുന്നത്. പക്ഷെ എല്ലാം ഞാൻ ഓഫീസിലേക്ക് കൊടുത്തേക്ക്. ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് കൺട്രോൾ കിട്ടില്ല. ഹലുവയൊക്കെ വെറും 3 കഷ്ണം എടുത്ത് വെച്ചിട്ടുള്ളൂ. എല്ലാം ഓഫീസിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. വേറെ ഒന്നല്ല, എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസമില്ല, കൺട്രോൾ ഇല്ല. ഒരു സമ്മതിച്ച് തരാവുന്ന കാര്യമുള്ളൂ. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിലിങ്ങനെ നിറയെ വാങ്ങി വെച്ചിട്ട് കൺട്രോൾ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ വലിച്ചു വരി കഴിക്കും. അപ്പം പിന്നെ എല്ലാം അതുകൊണ്ട് ഒന്നും കൊണ്ടുവരരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവരരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ കണ്ടില്ലേ, സാരില്ല. ഇനി എന്താ അല്ലെ, നമ്മൾ ഇന്ന് സിനിമ കാണും. ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ അന്വേഷിപ്പിൻ കണ്ടെത്തും അല്ലേ, അതല്ലേ സിനിമയുടെ പേര്, ടോവിനോന്റെ. ഭയങ്കര അടിപൊളി മൂവിയാണെന്നാണ് ഭയങ്കര റിവ്യൂ. അണ്ടർ റേറ്റഡ് മൂവിയാണെന്ന് പറഞ്ഞത്. കാരണം ഈ ഫുള്ള് പ്രേമല് ഇതൊക്കെ വന്ന സമയത്താണ് ഈ സിനിമ ഇറങ്ങിയത്. പക്ഷെ ഭയങ്കര അടിപൊളി. അപ്പൊ ഇന്ന് അത് കാണാന്ന് വിചാരിച്ചു. പ്രേമല് നമ്മള് ഡിഫറെന്റ് ആയിട്ട് കണ്ടു. ഇവിടെ ഞാൻ നാട്ടിലാണ് രംഷേട്ടൻ പ്രേമല് നാട്ടിൽ നിന്ന് കണ്ടു. ആക്ച്വലി ഞാൻ ബുക്ക് ചെയ്തതിനു ശേഷമാണ് രംഷേട്ടൻ കണ്ടത്. ഞാൻ ബുക്ക് ചെയ്ത് ഞങ്ങള് നാളെ പോവാന്ന് പറഞ്ഞ ഞങ്ങള് ബുക്ക് ചെയ്തു പറഞ്ഞു. വെൻസ്ഡേ അല്ല. ആക്ച്വലി പാറുവിന് മഞ്ഞുമൽ ബോയ്സ് കാണാന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു വേണ്ട, അപ്പൊ ഇതിന് പോവാന്ന് പറഞ്ഞു. ഏതിന്, പ്രേമലുവിന്. അങ്ങനെ രണ്ടും കാണുന്നുണ്ട്. മഞ്ഞു ബോയ്സ് ഞാൻ കണ്ടില്ല ഓൾറെഡി. അപ്പൊ പിന്നെ ഞാൻ പാറുവിന്റെ ഇഷ്ടത്തിനാണ് പോയത് പ്രേമലുവിന്. അപ്പൊ രംഷേട്ടനോട് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞിരുന്നു, ഇവിടുത്തെ പോലെ എന്നല്ല, അവിടെ ടിക്കറ്റിനും പൈസ കുറവാണ്. ആ ബ്രഹ്മയുഗവും പ്രേമലും എല്ലാം കണ്ടിട്ട് മര്യാദക്ക് വന്നാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രേമല് കണ്ടു, ബ്രഹ്മയുഗം കണ്ടില്ല അല്ലേ? അതും കൂടെ പോയി കാണാം. കുട്ടികൾക്ക് എക്സാം അല്ലേ തന്നെ, അതിന്റെ ഇടയിൽ ബ്രേക്ക് എടുത്തിട്ടൊക്കെ വരുന്നതാ. എന്നും സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ സത്യം ഞങ്ങൾ അതും ഇരുന്ന് സംസാരിക്കായിരുന്നേ. കുട്ടികൾക്കൊക്കെ ഇവരൊക്കെ, പക്ഷെ അവരൊക്കെ പഠിക്കുന്ന കാരണം കൊണ്ടാവും നമ്മളൊന്നും വിശ്വാസം നമ്മളൊന്നും സ്റ്റഡി പീരീഡിന്റെ ഇടയിലൊന്നും നമ്മൾ ആ സമയത്തൊന്നും അതുകൊണ്ട് നമ്മളിന്ന് അങ്ങനെ ഈ സ്റ്റഡി ടൈമിന്റെ പീരീഡിലൊന്നും നമ്മളിങ്ങനെ സിനിമയൊന്നും കാണാൻ പോയില്ല. ഇവരൊക്കെ ഭയങ്കര, പക്ഷെ അവരൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അതൊന്നും കുഴപ്പമില്ല. നമ്മൾ കാണാൻ പോയില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കൂടുന്നുണ്ടാവാറില്ല. വെറുതെ ഇങ്ങനെ ഉറക്കൊക്കെ തൂക്കി ഇങ്ങനെ ഇരുന്ന് പഠിക്കണ പോലെ അഭിനയിക്കും. എന്തെങ്കിലുമൊക്കെ പഠിച്ചത് കാണിക്കണല്ലോ വിചാരിച്ചിട്ട് അതായിരുന്നു നമ്മളൊക്കെ. അപ്പൊ ബാക്കി നമ്മള് സിനിമ കാണാം അല്ലേ?